Good morning, everyone. Today we are going to look at some grammar in English. So we can start with tense. Do you know what is tense? Tenses? എന്താ ടെൻസ് എന്ന് വെച്ചാൽ എന്താ? എന്താ എല്ലാരും സൈലന്റ് ആയിരിക്കുന്നേ? എന്താ? ആരാ പറഞ്ഞേ? ഗൗരി. ഗൗരി ഒന്നുകൂടെ പറഞ്ഞേ, കേട്ടില്ലായിരുന്നു. ശരിയാണെന്നറിയില്ല. ഭൂതകാലാണോ? ഭൂതകാലം എന്ന് പറയാൻ പറ്റില്ല. കാലം. കാലം എന്നുള്ളതാണ് ടെൻസ്. ഇപ്പൊ ഭൂതകാലം, വർത്തമാനകാലം അതൊക്കെ പറയുന്നത് പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുമ്പോൾ ഈ ഭൂതകാലം എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ്. അപ്പോ ടെൻസ് എന്ന് പറയുമ്പോൾ കാലം. നമ്മൾ ഒരു ടൈമിനെ പറയുന്നത്, അതായത് ഒരു ടൈമിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഏത് ടൈമിൽ ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കി പറയുന്നതിനെയാണ് ടെൻസ് എന്ന് പറയുന്നത്. അതില് we have three tenses majorly classified into three: past tense, present tense and future tense. അപ്പോ ഫസ്റ്റ് നമുക്ക് പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ എന്താ? അല്ലെ പ്രസന്റ് ടൈം എന്ന് വെച്ചാൽ എന്താ? എന്തായിരിക്കും ജ്യോതിക? ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അതായത് പ്രസന്റ്. ഇപ്പൊ നടക്കുന്ന ഈ ഒരു ടൈമിന് ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ പ്രസന്റിൽ നടക്കുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെ നമുക്ക് പ്രസന്റ് ടെൻസ് എന്ന് പറയും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറയാനായിട്ട്. അത് എപ്പോ തുടങ്ങി എന്നുള്ളതായി അല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ചിലപ്പോൾ ഇന്നലെ തുടങ്ങിയതായിരിക്കും, പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് പ്രസന്റ് ടെൻസ് എന്ന് പറയാം. അതിൽ തന്നെ 4 ഫോംസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ അടുത്തുള്ളതാണ് മേജർ ആയിട്ട് വരുന്നതാണ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഷാരോൺ അൺമ്യൂട്ട്. എന്താ പാസ്റ്റിന്റെ മീനിങ് എന്താ? അറിയത്തില്ല. ചെയ്തു കഴിഞ്ഞ കാര്യത്തിനല്ലേ പറയുന്നത്? റൈറ്റ്, ചെയ്ത് കഴിഞ്ഞ കാര്യത്തിന്. അപ്പോ ഇത് കഴിഞ്ഞു പോയ കാര്യം, ഇതിനു മുമ്പ് നടന്ന കാര്യം, അതിനെയാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അല്ലെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ. അടുത്ത് അലീന പറഞ്ഞ എന്താ ഫ്യൂച്ചർ ടെൻസ്? ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എന്താ? ഭാവികാലം, അതായത് വരാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അതിനർത്ഥം ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് പ്രസന്റ് അല്ല, പാസ്റ്റ് അല്ല, അത് ഫ്യൂച്ചർ, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ പാസ്റ്റ് ടെൻസ് അല്ലെ. ഫസ്റ്റ് നമുക്ക് പ്രസന്റ് ടെൻസ് നോക്കാം. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാമെന്നുള്ളതായിരിക്കും. എന്നാലും ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമുക്ക് അതിന്റെ സെന്റൻസ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഒബ്ജക്ട് പ്ലസ് ആണോ? അതറിയാമോ നിങ്ങൾക്ക്? പ്രസന്റ് ടെൻസ് ഈ സിമ്പിൾ പ്രസന്റിന്റെ ഫോം അറിയാവോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു പ്രസന്റ് ടെൻസിനെ തന്നെ 4 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പറയും. എന്താടാ? ഇല്ല, ജസ്റ്റ് ഇത് അല്ലാതെ നോക്കൂ. അല്ലാതെ ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ അല്ലാതെ തരുന്നത്. ഞാനിപ്പോ ടെക്സ്റ്റ് നോക്കുന്നില്ല. അല്ലാതെ ജസ്റ്റ് ഇതൊരു ബേസ് ഇട്ടതിന് ശേഷം നമുക്ക് അതിലോട്ട് പോവാം. കേട്ടോ? ഓക്കെ, അപ്പൊ
ഈ പ്രസന്റ് ടെൻസിന് നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഒന്നുകൂടെ ഉണ്ട് പ്രസന്റ് പെർഫെക്റ്റ്. അതായത് സിമ്പിൾ പ്രസന്റ് ഉണ്ട്, ഫസ്റ്റ് വൺ, ഏറ്റവും ഫസ്റ്റത്തെ ഫോം എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ്. അത് കഴിഞ്ഞിട്ട് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്, ഇപ്പൊ അലീന കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം സിമ്പിൾ പ്രസന്റ്, കളിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത് പ്രസന്റ് കണ്ടിന്യൂസ്, കളിച്ചുകൊണ്ടേയിരിക്കുന്നു, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. അടുത്ത് പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. അത് നമുക്ക് പതിയെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് സിമ്പിൾ പ്രസന്റ് നോക്കാം. സിമ്പിൾ പ്രസന്റ് എങ്ങനെ? അതിന്റെ ഫോം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. എന്താ അതിന്റെ ഒരു സെന്റൻസ് പാറ്റേൺ? എന്താ? സബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബാക്കി ഒന്നുകൂടെ പറയാമോ? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. മനസ്സിലായോ? സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ്, നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഞാൻ, അല്ലെങ്കിൽ ഒരാളുടെ പേര്, ഒരാള്, അല്ലെങ്കിൽ അവൻ, അവൾ, അവർ, അത്. സോ ഹി, ഷീ, ഐ, യു, ദേ, വി, ഇതിനെയൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുക. അതിൽ സിംഗുലാർ ഫോമും ഉണ്ട്, പ്ലൂറൽ ഫോമും ഉണ്ട്. ഇപ്പൊ സിംഗുലാർ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ, ഇപ്പൊ ഹി, ഷീ, ഇതല്ല. അത് കഴിഞ്ഞിട്ട് പ്ലൂറൽ ഫോം ആണെങ്കിൽ ദേ, വി. അടുത്ത് തേർഡ് ഫോം എന്ന് പറയുന്നത് ഐ, യു. അങ്ങനെ പറയുമ്പോ അതാണ് സബ്ജക്റ്റ് എന്ന് പറയുക. അപ്പോ ഹി, ഷീ, വി, ദേ എന്ന് പറയത്തില്ലേ? അവൻ കളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ പറയാ ഗൗരി പഠിക്കുന്നു, അടുത്ത് അലീന കളിക്കുന്നു, അഭിജിത്ത് ഉറങ്ങുന്നു എന്നുള്ള ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ അപ്പൊ അതിന്റെ ആ ഒരു ഫസ്റ്റ് വാക്ക് അല്ലെങ്കിൽ മേജർ വേർഡ് എന്ന് പറയുമ്പോൾ ഹി, ഷീ, അതാണ്. അപ്പൊ അതിന് നമുക്ക് സബ്ജക്റ്റ് എന്ന് പറയാം. ഇനി വാട്ട് ഈസ് വെർബ്? വെർബ് എന്ന് വെച്ചാൽ എന്താ? വെർബ് എന്ന് വെച്ചാൽ എന്താ? എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യ. ചെയ്യുന്ന ജോലി. എന്താണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുക. നമ്മൾ എന്തായാലും ചെയ്യോ അതിനെ നമ്മൾ വെർബ് എന്ന് പറയാൻ പറ്റും. ഇപ്പോ പറയാണ് അലീന പ്ലേസ് ഫുട്ബോൾ എന്ന് നമ്മൾ പറയുകയാണെന്ന് വെക്കാം. അലീന ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അലീന പ്ലേ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അതിന് എന്തായിരിക്കും വെർബ്? ഫുട്ബോൾ കളിക്കുന്നു, ശരിയാണ്. പക്ഷെ അതില് കളിക്കുക എന്നുള്ളതായിരിക്കും വെർബ്. അലീന എന്ന് പറയുമ്പോൾ അതൊരു സബ്ജക്റ്റ്. ആരാണ് കളിക്കുന്നത്? സബ്ജക്റ്റ്. അലീന കളിക്കുന്നു. കളിക്കുന്നു അത് വെർബ്. എന്ത് കളിക്കുന്നു എന്നുള്ളതിനാണ് ആര്, അല്ലെങ്കിൽ ആര് കളിക്കുന്നു? അലീന. എന്ത് കളിക്കുന്നു അത് വെർബ്. അടുത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്ത് കളിക്കുന്നു? ഫുട്ബോൾ. ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ നമുക്ക് അലീന പ്ലേസ് ഫുട്ബോൾ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിലാണ് ഫോംസ് വരുന്നത്. ഇനി ഡു ഓർ ഡസ് ഫോം. ഡു ഓർ ഡസ് ഫോം എന്ന് പറയുമ്പോൾ ഇതില് സിംഗുലർ, പ്ലൂറൽ. അപ്പോ ഇതില് സിംഗുലർ ഫോം ആണെങ്കിൽ ഹി, ഷീ,
അപ്പൊ അങ്ങനെ സിംഗുലർ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ അതിൽ ഡസ് ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. യെസ് ഓർ ഇഎസ് അവസാനം ആഡ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. യെസ് ഓർ ഇഎസ്. ഇപ്പോ പ്ലേയുടെ ഡസ് ഫോം എന്താ? യെസ് ഓർ ഇഎസ് ആഡ് ചെയ്യണം. അപ്പോ അത് ഡസ് ഫോം ആവും. അങ്ങനെയാണെങ്കിൽ പ്ലേയുടെ ഡസ് ഫോം എന്താ? പ്ലേസ്. റൈറ്റ്. ഓക്കെ. അപ്പോ അതുപോലെ ഇനി അടുത്ത ചില വാക്കുകൾ. ഗോ എന്ന് പറയുന്നതിന്റെ ഡസ് ഫോം എന്തായിരിക്കും? ഗോ. അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് എന്തായിരിക്കും? GOES. കണ്ടില്ലേ? അവിടെ നമുക്ക് ES എന്ന് പറയുന്നത് ആഡ് ചെയ്യേണ്ടി വന്നു. പക്ഷെ പ്ലേ ആയപ്പോൾ അതില് എസ് മാത്രമാണ് ആഡ് ചെയ്യേണ്ടി വന്നത്. അപ്പോ എസ് ഓർ ES ഫോം നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ അതിനെ നമുക്ക് സിംഗുലറിൽ ആണെങ്കിൽ ഡസ് ഫോം ആഡ് ചെയ്യണം. പ്ലൂറൽ ആണെങ്കിൽ ഇപ്പോ വി എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ, വി ഡു ദിസ് വർക്ക്, വി ഡു വർക്ക്. അപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ വി വർക്ക് എന്നേ പറയത്തുള്ളൂ. അപ്പൊ ഡു പ്ലസ് വർക്ക് പ്ലസ് ഡു, അതായത് വി വർക്ക്, അല്ലാതെ വി വർക്ക്സ് എന്ന് പറയത്തില്ല. പക്ഷെ ഹി എന്ന് പറയുകയാണെങ്കിൽ ഹി വർക്ക്സ് എന്ന് പറയും, ഹി വർക്ക് എന്ന് പറയത്തില്ല. അപ്പൊ അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം. അതാണ്, അത്ര മാത്രമേ ഉള്ളൂ ഈ സിമ്പിൾ ആയിട്ട് പറയേണ്ടത്. അതായത് ഈ സിമ്പിൾ പ്രസന്റില് അത്ര മാത്രമേ നമുക്ക് നോക്കാൻ ഉള്ളൂ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ആക്ടിവിറ്റീസ് ഇങ്ങനെ തരാം. അയാൾ ഇവിടെ വരാറുണ്ട്. എങ്ങനെ പറയും? ഇതിപ്പോ സിമ്പിൾ പ്രസന്റിലുള്ള ഒരു സെന്റൻസ് ആണ്. അയാൾ ഇവിടെ വരാറുണ്ട്. എങ്ങനെ പറയും? അലീന എങ്ങനെ പറയും? അയാൾ ഇവിടെ വരാറുണ്ട്. എങ്ങനെ പറയും? ശരി. അവർ എന്നെ വിളിക്കാറുണ്ട്. എങ്ങനെ പറയും? അവർ എന്നെ വിളിക്കാറുണ്ട്. അവർ അതിനെന്ത് പറയും? അവർ എന്നുള്ളതിന് എന്ത് പറയും? ഓക്കെ, അലീന പറഞ്ഞാൽ മതി. അത് ഓരോരുത്തർ ഞാൻ വരാം. അപ്പൊ അലീന പറയും, അവർ എന്നുള്ളതിന് എന്ത് ഇംഗ്ലീഷിൽ പറയും? എന്താ ചെയ്യുന്നെന്ന് ഞാൻ പറഞ്ഞത്? അവർ വിളിക്കാറുണ്ട്. അപ്പൊ വിളിക്കുക എന്തോന്ന് ഇംഗ്ലീഷിൽ പറയും? കോൾ. ആരെയാ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞേ? മീ. അപ്പോ സെന്റൻസ് ഫ്രെയിം ചെയ്ത്, സബ്ജക്ട് വെർബ് ഫ്രെയിം ചെയ്ത്. ഞാൻ അലീനയുടെ അടുത്താ പറയാൻ പറഞ്ഞ കേട്ടോ. അപ്പൊ അലീന പറയാം, അത് കഴിഞ്ഞിട്ട് അടുത്ത വരാം. ഓക്കെ. അപ്പൊ ദേ കോൾ മീ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൻ എന്നെ വിളിക്കാറുണ്ടെന്നെങ്കിൽ എങ്ങനെ പറയുമായിരുന്നു അലീന? കോളിന്റെ കൂടെ ഹി ആണെങ്കിൽ ഇത് ഹി സിംഗുലർ ഫോമാ. അപ്പോ ഹി ആണെങ്കിൽ ഇത് ഡസ് ഫോം ചേർക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോളിന്റെ ഡസ് ഫോം എന്താ? അപ്പൊ ഹി കോൾസ് മീ. ഇപ്പൊ മനസ്സിലായോ? അത് ഈ രീതിയിലാ ഈ സിമ്പിൾ പ്രസന്റ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ.
അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ജസ്റ്റ് എക്സാമ്പിൾ, ഞാനിപ്പോ കുറച്ച് സെന്റൻസ് പറയാം. നിങ്ങളിപ്പോ നോട്ട്ബുക്ക് എടുക്കുക, അതിന്റെ ഇംഗ്ലീഷ് എഴുതുക. പറയണ്ട, എഴുതുക. എഴുതിയതിനു ശേഷം നമുക്ക് ഓരോന്നും നോക്കാം. അപ്പൊ എല്ലാവരുടെയും ആൻസർ ശരിയാണോ, എത്രമാത്രം എഴുതുന്നു എന്ന് നോക്കാം. എല്ലാവരും ബുക്കൊക്കെ എടുത്തോ? Yes, sir. ഓക്കെ. ഋതു? ഓക്കെ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? വീഡിയോ ഓൺ ചെയ്ത്. ആൽഫിൻ, ആദിത്യൻ, ദിയ, യമി വീഡിയോ ഓൺ ചെയ്തേ. ഷാനു, ആ യമി, ആൽഫിൻ, ആദിത്യൻ, ഓക്കെ. ഓക്കെ. അപ്പൊ ഇതില് ഐ ആൻഡ് ഡു, ഐ ആൻഡ് യു, ഐയും യുവും വരുമ്പോ ഡു ഫോം ആണ് ചേർക്കേണ്ടത്. അത് ഓർക്കുക. ഐ യു അതിൽ വരുമ്പോ ഡു ഫോം. പിന്നെ അടുത്ത് വി, ദേ അങ്ങനെ വരുമ്പോ, അതായത് പ്ലൂറൽ ഫോംസ് വരുമ്പോഴും ഡു ഫോമാ ചേർക്കേണ്ടത്. പിന്നെ സിംഗുലർ ഫോം എന്ന് പറയുമ്പോൾ ഹി, ഷീ. അപ്പൊ ഇതുപോലുള്ളത് വരുമ്പോ ഹി, ഷീ അതുപോലെയൊക്കെ വരുമ്പോ ഡസ് ഫോമാണ് ചേർക്കേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ. ഞാനിപ്പോ കുറച്ച് സെന്റൻസ് പറയാം, അതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ എഴുതുക. ആദ്യത്തെ വീഡിയോ ഓൺ ചെയ്തേ. ആൽഫിൻ, ആൽഫിൻ വീഡിയോ ഓൺ ചെയ്യേ. ഓക്കെ. ഇനി വീഡിയോ ഓഫ് ചെയ്യണ്ട, കേട്ടല്ലോ യമി? ഓക്കെ. ഞാനിപ്പോ കുറച്ച് സെന്റൻസ് ഐ ആൻഡ് യുയിലും ഡു ചേർത്താതിയാ? ഐ ആൻഡ് യു അത് തേർഡ് പേഴ്സൺ, അതിന് ഇത് ഡു ആ ചേർക്കേണ്ടത്. ഡു ഫോം. അപ്പൊ ഡസ് എന്ന് പറയുമ്പോ അത് ആ വാക്ക് അതുപോലെ തന്നെ അങ്ങ് ചേർക്കുക, അത്രേ ഉള്ളൂ. ഡസ് ഫോമിലാണ് എസ് ഓർ ഇ എസ് ചേർക്കേണ്ട, വാക്കിനനുസരിച്ച് ചേർക്കണം. ഓക്കെ. അപ്പോ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് അയാൾ ഇവിടെ വരാറുണ്ട്. അയാൾ ഇവിടെ വരാറുണ്ട്. ആദ്യത്തെ എഴുതുന്നുണ്ടോ? അയാൾ ഇവിടെ വരാറുണ്ട്. എഴുതി കഴിഞ്ഞോ? ഓക്കെ. നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്യാണ്ട് ജസ്റ്റ് ഇങ്ങനെ കൈ പൊക്കിയാൽ മതി. കൈ ഇങ്ങനെ കാണിച്ചാൽ മതി, അപ്പൊ എനിക്ക് കാണാൻ പറ്റും. അപ്പൊ അല്ലെങ്കിൽ എല്ലാവരും കൂടെ അൺമ്യൂട്ട് ചെയ്യുമ്പോഴേ അത് ഒരു ഹൗളിംഗ് ഉണ്ടാവും. അതുകൊണ്ടാ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ. അതുകൊണ്ടാണ് എല്ലാവരുടെയും വീഡിയോ ഓൺ ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അവർ എന്നെ വിളിക്കാറുണ്ട്. അവർ എന്നെ വിളിക്കാറുണ്ട്. അവർ എന്നെ വിളിക്കാറുണ്ട്. കഴിഞ്ഞോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഗൗരി ഇപ്പോഴും എഴുതുന്നെന്ന് തോന്നുന്നു. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഗൗരി കഴിയുമ്പോ പറയണേ.
അടുത്ത് അയാൾ പത്രം വായിക്കാറുണ്ട്. അയാൾ പത്രം വായിക്കാറുണ്ട്. നമ്മൾ മലയാളത്തിൽ എഴുതിയില്ലാലും കുഴപ്പമില്ല, ഇപ്പൊ ഇംഗ്ലീഷിൽ എഴുതി പോയാലും മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. അയാൾ പത്രം വായിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. മീര ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. മീര ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. എല്ലാത്തിനും നമ്പർ ഇട്ടോളെ. 1 2 3 4 എന്ന് നമ്പർ ഇട്ടോളെ. മീര ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. അടുത്ത് അവൻ എന്നും ബൈബിൾ വായിക്കുന്നു. അവൻ എന്നും ബൈബിൾ വായിക്കുന്നു. സാർ ഒന്നും കൂടെ പറയോ? അവൻ എന്നും ബൈബിൾ വായിക്കുന്നു. അവൻ എന്നും ബൈബിൾ വായിക്കുന്നു. അടുത്ത് 6. മധു കഠിനമായി അധ്വാനിക്കുന്നു. മധു എത്രാത്തെ വേണ്ട ഗൗരി? 5. 5. അവൻ എന്നും ബൈബിൾ വായിക്കുന്നു. ഗൗരി വീണ്ടും പോയോ? ഓക്കെ. സാർ ആറാമത്തെ ഒന്നും കൂടെ പറയോ? 6. 6. മധു കഠിനമായി അധ്വാനിക്കുന്നു. മധു ഗൗരി ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. വിട്ടുവിട്ടാ കേൾക്കുന്നേ. ഓക്കെ. ഓക്കെ, കുഴപ്പമില്ല. സാർ ആറാമത്തെ ഒരിക്കൽ പറയോ? 6. മധു കഠിനമായി അധ്വാനിക്കുന്നു. 5 പറയാം. ലാസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇപ്പൊ 6 എഴുതിക്കോ ഗൗരി. ആ നമ്പർ ഇട്ടിട്ട് 6 എഴുതിക്കോ. മധു കഠിനമായി അധ്വാനിക്കുന്നു. 6 എഴുതി കഴിഞ്ഞല്ലോ. 7 പറയട്ടെ. അടുത്ത് 7. അവർ അവിടെ പോകാറുണ്ട്. അവർ അവിടെ പോകാറുണ്ട്. അവർ അവിടെ പോകാറുണ്ട്. അടുത്ത് ഞാൻ കഥ എഴുതാറുണ്ട്. ഞാൻ ഓക്കെ എഴുതിക്കോ. അപ്പൊ അവർ അവിടെ പോകാറുണ്ട്. അതാണ് 7. ഓക്കെ. 8. ഞാൻ കഥ എഴുതാറുണ്ട്. ഞാൻ കഥ എഴുതാറുണ്ട്. ഞാൻ
കഥ എഴുതാറുണ്ട്. അടുത്ത് 9. ഞങ്ങൾ വാർത്ത കേൾക്കാറുണ്ട്. ഞങ്ങൾ വാർത്ത കേൾക്കാറുണ്ട്. ഞങ്ങൾ വാർത്ത കേൾക്കാറുണ്ട്. അടുത്ത 10. കല രാജുവിനെ സ്നേഹിക്കുന്നു. കല രാജുവിനെ സ്നേഹിക്കുന്നു. കല രാജുവിനെ സ്നേഹിക്കുന്നു. സാർ 9-ാമത്തെ ഒന്നും കൂടെ പറയോ? 9. ഞങ്ങൾ വാർത്ത കേൾക്കാറുണ്ട്. ഇനി ആർക്കെങ്കിലും ഇടയ്ക്ക് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞേ. നാലാമത്തത്. 10-ാമത്തെ പറഞ്ഞുതരോ? ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഞാൻ ഒന്നുതൊട്ട് പറയാം, ഒന്നുകൂടെ കേട്ടോ. 1. അയാൾ ഇവിടെ വരാറുണ്ട്. 2. അവർ എന്നെ വിളിക്കാറുണ്ട്. 3. അയാൾ പത്രം വായിക്കാറുണ്ട്. 4. മീര ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. 5. അവൻ എന്നും ബൈബിൾ വായിക്കുന്നു. 6. മധു കഠിനമായി അധ്വാനിക്കുന്നു. 7. അവർ അവിടെ പോകാറുണ്ട്. 8. ഞാൻ കഥ എഴുതാറുണ്ട്. 9. ഞങ്ങൾ വാർത്ത കേൾക്കാറുണ്ട്. 10. കല രാജുവിനെ സ്നേഹിക്കുന്നു. ഇനി ഏതെങ്കിലും മിസ്സായോ ആർക്കെങ്കിലും? ഓക്കെ, എല്ലാരും എഴുതിയല്ലോ? ഓക്കെ, ആരാ എഴുതാൻ ബാക്കിയുള്ളേ? ഓക്കെ, ഒരു 2 മിനിറ്റ്. ഓക്കെ, ഒരു 2 മിനിറ്റ് സമയം തരാം എല്ലാവർക്കും. നിങ്ങൾ വേഗം എഴുതിക്കും. ഓക്കെ, തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് വൺ ഋതു. എഴുതിയില്ലേ? ആരാ എഴുതാത്തെ? എഴുതരുത്. ഓക്കെ, എഴുതിക്കോ, എഴുതിയിട്ട് മതി. ഇനി എത്ര എണ്ണം എഴുതാറുണ്ട് ഷാനു? 3. ഓക്കെ,
വേഗം എഴുതിക്കോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഋതു, ഫസ്റ്റ് വൺ പറഞ്ഞേ. അയാൾ ഇവിടെ വരാറുണ്ട്. ഹി കംസ് ഹിയർ. എല്ലാവരും കറക്റ്റ് ആണോ? ഹി കംസ് ഹിയർ, അങ്ങനെയാണല്ലോ. അടുത്ത് ആദ്യത്തിന് എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, എങ്ങനെ എഴുതിയേ? ഞാൻ കമ്മിങ് എന്ന് എഴുതി. അത് നമ്മളിപ്പോ പഠിക്കുന്ന എന്താ, സിമ്പിൾ പ്രസന്റ് അല്ലേ. അപ്പൊ അതിൽ കമ്മിങ് എന്നോ അല്ലെങ്കിൽ ING ഫോമോ ബീൻ എന്നോ ഒന്നും ചേർക്കണ്ട. സിമ്പിൾ ആയിട്ട് അത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ആയിട്ട് ഹി കംസ് ഹിയർ അല്ലെങ്കിൽ ഹി ഐ കം ഹിയർ. അപ്പൊ അതായത് ഈ വാക്കുകൾ മാത്രം യൂസ് ചെയ്യാം. അല്ലാതെ അതിൽ ING ഫോം എന്നോ ED ഫോം എന്നോ പാസ്റ്റ് ഫോം എന്നോ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഈ വാക്കുകൾ മാത്രം ഉപയോഗിച്ച് എഴുതുന്നതാണ് ഈ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. അത് വേറെ ഒന്നും നമുക്ക് ചേർക്കാനില്ല. ആഹാ, അപ്പൊ ഇത്ര നേരം ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഓക്കെ, കുഴപ്പമില്ല, അതൊന്ന് മാറ്റി എഴുതിക്കൊള്ളേ കേട്ടോ. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റ് അല്ലേ. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട് എന്നേ ഉള്ളൂ. അല്ല അതിൽ കൂടുതലൊന്നുമില്ല കേട്ടോ. അതിൽ ING എന്നോ ഒന്നുമില്ല. ഓക്കെ, അടുത്ത രണ്ട്. അവർ എന്നെ വിളിക്കാറുണ്ട്. ഷാനു. എടാ, ഞാൻ വിളിക്കാറുണ്ട്. നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോ കോൾഡ്, അതായത് ED എന്തിനാ ചേർത്തേ? അങ്ങനെ ഒരു ഫോം നമ്മൾ പഠിച്ചില്ലല്ലോ ഇതുവരെ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇതെല്ലാം എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിലുള്ളതാ. അപ്പൊ ഇതിന്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് വെർബ്, വെർബിന്റെ കൂടെ ING ഫോമോ അല്ലെങ്കിൽ പാസ്റ്റ് ഫോമോ ഒന്നുമില്ല. ഇപ്പൊ ED കൂടെ ചേർക്കുകയാണെങ്കിൽ അത് പാസ്റ്റ് ഫോം ആയി പോകും. അപ്പൊ ഇത് നമ്മൾ സിമ്പിൾ പ്രസന്റാ പഠിക്കുന്നത്. അപ്പൊ അതില് വേറെ ING ഫോമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ ഒരു വാക്ക് മാത്രം ചേർക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ yes or es കൂടെ ചേർക്കേണ്ടി വരും വേണമെങ്കിൽ. അത് ഏത് ഫോമാണെന്ന് നോക്കിയിട്ട്. ഡസ് എന്ന് പറയുന്നത് സിമ്പിൾ ഫോമാണ്. അപ്പോ അത് ആ ഒരു ഇതിൽ എഴുതിയാൽ മതി. അല്ലാതെ അതിൽ കോൾഡ് എന്നോ അല്ലെങ്കിൽ കോളിംഗ് എന്നോ ഒന്നും എഴുതണ്ട കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോ അത് കറക്റ്റ് ആക്കി ഒന്ന് പറഞ്ഞേ ഷാനു. He called me. He called me. അപ്പൊ he എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. അപ്പൊ സിംഗുലർ ആണെങ്കിൽ ഡു ഫോം ചേർക്കണോ ഡസ് ഫോം ചേർക്കണോ? ഡു. ഇത് ഷാരോൺ, സിംഗുലർ ഫോം ആണെങ്കിൽ ഡു ഫോം ചേർക്കണോ ഡസ് ഫോം ചേർക്കണോ? സിംഗുലർ വെർബ് സിംഗുലർ ആണെങ്കിൽ, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ ഡസ് ഫോം ചേർക്കണോ ഡു ഫോം ചേർക്കണോ? ഏതാ? ഡസ് ഫോം. അപ്പൊ ഡസ് ഫോം ആണെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചെയ്താ കോൾ. അപ്പൊ കോളിന്റെ ഡസ് ഫോം എന്താ? ഇപ്പൊ സോറി വെയിറ്റ്, അവർ എന്നാണോ അവൻ എന്നാണോ ഞാൻ പറഞ്ഞേ ക്വസ്റ്റ്യനില്? അവർ എന്നാണോ? അപ്പൊ അവർ എന്നാണെങ്കിൽ ഡു ഫോം. കാര്യം ദേ എന്നല്ലേ. ഞാനിവിടെ എഴുതി വെച്ചിരുന്നത് അവൻ എന്നായിരുന്നു കേട്ടോ. അതാ ഞാൻ കൺഫ്യൂസ്. അവർ എന്ന് പറയുമ്പോ അവർ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഷാനു എന്താ പറഞ്ഞേ? He called me. They called me. They ആണോ ഹി ആണോ? They. അപ്പൊ ആദ്യം ഹി എന്നല്ലേ പറഞ്ഞത്? തെറ്റിപ്പോയത് കേട്ടോ. അതാ അങ്ങനെ തെറ്റിയതുകൊണ്ട് എനിക്കും തെറ്റിയത്. അപ്പൊ ടോട്ടലി ആ ഒരു ടെൻസിന്റെ ടോട്ടൽ ഫോം മാറിയത് കണ്ടോ?
ഇപ്പൊ ദേ എന്ന് പറയുമ്പോ കോൾ മീ എന്ന് പറയുന്നത് എഴുതുന്നത് കറക്റ്റാ. അടുത്ത ഹി എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ കോൾസ് മീ എന്നാവും, ഡസ് ഫോം ആവും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഓരോ വാക്കും ശ്രദ്ധിച്ച് യൂസ് ചെയ്തില്ല എങ്കിൽ ടോട്ടലി അർത്ഥം മാറിപ്പോവും കേട്ടോ. അതുകൊണ്ടാ ശ്രദ്ധിക്കണേ. അടുത്ത് 3. Yes, sir. 3 അയാൾ പത്രം വായിക്കാറുണ്ട്. ഷാരോൺ. അയാൾ പത്രം വായിക്കാറുണ്ട്. എങ്ങനെ എഴുതും? എടാ വേഗം പറ, നീ എഴുതിയത് വായിച്ചാ മതി. വായിക്ക്, നീ എന്താ എഴുതിയത് വായിക്ക്. അയാൾ പത്രം വായിക്കാറുണ്ട്. അതെ, അതിന് ഇംഗ്ലീഷിൽ നീ എന്താ എഴുതി? എഴുതിയില്ല. എന്താ എഴുതാത്ത? നീ ഏതെങ്കിലും എഴുതിയോ? 2 എഴുതി. ഏതൊക്കെ? ആദ്യത്തെ അതിപ്പോ പറഞ്ഞപ്പോഴാണോ എഴുതിയേ? ഓ, ഞാൻ നിങ്ങളുടെ അടുത്തത് ഇംഗ്ലീഷിൽ എഴുതാനാ പറഞ്ഞത്. അപ്പൊ ഇംഗ്ലീഷിൽ ആരും എഴുതിയില്ലേ? ബാക്കിയുള്ളവരൊക്കെ എഴുതിയല്ലോ. കണ്ടോ, ബാക്കിയുള്ളവരൊക്കെ എഴുതിയല്ലോ. പിന്നെന്താ ഷാരോൺ എഴുതാത്തെ? ക്വസ്റ്റ്യൻ മലയാളത്തിൽ അതിനെ ഇംഗ്ലീഷിലാക്കാനാ ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞ മലയാളത്തിൽ ക്വസ്റ്റ്യൻ എഴുതിയില്ലാനും കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതാനാ പറഞ്ഞത്. നമ്മളിപ്പോ ടെൻസിന് പഠിച്ച എന്തിനാ? എഴുതാനല്ലേ. മലയാളം ആണെങ്കിൽ നമ്മളത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ജ്യോതിക പറഞ്ഞേ. We reading the newspaper. അത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അയാൾ പത്രം വായിക്കാറുണ്ട്. അയാൾ പത്രം വായിക്കാറുണ്ട്. അപ്പൊ അയാൾ അതിനെന്ത് പറയും? അയാൾ എന്ന് പറയുമ്പോ അദ്ദേഹം അല്ലെങ്കിൽ അവൻ എന്ന് പറയാം. അവൻ. അപ്പൊ ഹി. അപ്പൊ പിന്നെ അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹി തന്നെയാണ്. അപ്പൊ ഓക്കെ, അടുത്ത് വി, സോറി ഹി, അയാൾ, ഹി. അടുത്ത് reading the newspaper. നമ്മൾ ഏത് ഫോമാ പഠിച്ചേ? ടെൻസ്. ടെൻസിൽ ഏത് ടെൻസാ പഠിച്ചേ? അല്ല, ഈ ടെൻസിന്റെ പേര് പറ. ടെൻസിന്റെ പേര് പറ. ടെൻസസ് അത് തന്നെ പറഞ്ഞു. സിംഗുലറും. അതല്ല, ഈ ടെൻസ് നമ്മളിപ്പോ ഏത് ഇപ്പൊ പ്രസന്റ് ടെൻസാ പഠിക്കുന്നേ. പ്രസന്റ് ടെൻസിലെ ഏത് ഫോം ഓഫ് ടെൻസാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ? സിമ്പിൾ ടെൻസ്, സിമ്പിൾ പ്രസന്റ് ആണോ, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണോ? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. ഓക്കെ, സിമ്പിൾ പ്രസന്റിന്റെ ആ ഒരു സ്ട്രക്ചർ, ഫോം എന്തുവാ? സിമ്പിൾ പ്രസന്റ് ഫോം എളുപ്പത്തില്. അതല്ല ഞാൻ ചോദിച്ചത്, ആ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോ അത് എങ്ങനെയാ എഴുതേണ്ടത്? ഞാൻ ഒരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല എന്താ? ഫോർമുല he was read the. എന്തോ, ഞാനതിന്റെ പാസ്റ്റ് ടെൻസിന്റെ അല്ല ചോദിച്ചേ, പ്രസന്റ് ടെൻസിന്റെ. ഓക്കെ, സബ്ജക്ട് പ്ലസ് ബാക്കി പറ. സബ്ജക്ട് പ്ലസ് വെർബ്സ് പ്ലസ് ഒബ്ജക്റ്റ്. വെർബ്സ് വേണ്ട, വെർബ് മതി. ഓക്കെ, സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണല്ലോ. അതില് ഇപ്പൊ വെർബ് സിംഗുലർ ആണ്. ഇപ്പൊ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ ഏത് ഫോമാണ് ചേർക്കേണ്ടത്? സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ ഡു ഫോം ആണോ ഡസ് ഫോം ആണോ? ഡസ് ഫോം. ഡസ് ഫോം. പ്ലൂറൽ ആണെങ്കിലോ? പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോം. ഡു ഫോം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിലുള്ള ഒരു സെന്റൻസാ. ഇനി പറഞ്ഞേ, അയാൾ പത്രം വായിക്കാറുണ്ട്. അപ്പൊ അതിനാണെങ്കിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഹി. അതില്
ഇത് ഓക്കെ സബ്ജക്ട് എന്ന് പറയുന്നത് ഹി. അടുത്ത ആ. വെർബ് എന്ന് വെച്ചാൽ എന്താ അതില് എന്താ Verb. ചെയ്യുന്ന ആ പ്രവൃത്തി എന്താ? പ്രവൃത്തിയാണ് വെർബ്. അപ്പൊ ആ പ്രവൃത്തി എന്താ ചെയ്യുന്നേ? വായിക്കുന്നു. വായിക്കുന്നു. അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? റീഡിങ്. റീഡിങ് എന്നാണോ? റീഡ്. റീഡ് ആണല്ലോ. ഓക്കെ, അപ്പൊ ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണെന്ന് അറിയാം. അപ്പൊ റീഡിന്റെ കൂടെ ഡസ് ഫോം ചേർക്കോ ഡു ഫോം ചേർക്കോ? റീഡിന്റെ കൂടെ ഡസ് ഫോം. ഡസ് ഫോം. അങ്ങനെയാണെങ്കിൽ റീഡിനെ എങ്ങനെ എഴുതാൻ പറ്റും ഡസ് ഫോം ചേർക്കുമ്പോ? റീഡ്സ്. റീഡ്സ്. എന്താ വായിക്കുന്നത്? ഒബ്ജക്ട് എന്താ? ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ. അപ്പൊ ഇനി സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞേ. ഹി റീഡ്സ് ന്യൂസ് പേപ്പർ. അത്രേ ഉള്ളൂ. അതിനെയാണ് വെറുതെ ഇത് റീഡിംഗ് എന്നും റൈറ്റിംഗ് എന്നും INGയും EDയും ഒക്കെ ചേർത്ത് കുളമാക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. ആ ഫോമിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. കേട്ടിയോ? അടുത്ത് അതുൽ അടുത്ത പറഞ്ഞ്. മീര ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. മീര സ്പീക്ക് ഇംഗ്ലീഷ്. മീര സ്പീക്ക് എന്നാണോ പറഞ്ഞേ സ്പീക്സ് എന്നാണോ പറഞ്ഞേ? സ്പീക്ക്. സ്പീക്ക്. മീര എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. സിംഗുലർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്പീക്കിന്റെ കൂടെ ഡു ഫോം ചേർക്കോ ഡസ് ഫോം ചേർക്കോ? ഡു ആണോ? സിംഗുലറിന് ഡു ആണോ ഡസ് ആണോ? ഡസ്. ഞാൻ ഇപ്പൊ വീണ്ടും ഡസ് ആണോ എന്ന് ചോദിച്ചാൽ നീ വീണ്ടും ഡു എന്ന് പറയും. ഏതെങ്കിലും ഒന്ന് പറയും. ഏതായിരിക്കും? ഡസ്. ഡസ് വന്നേ. ഓക്കെ, സിംഗുലറിന്റെ മീനിങ് എന്താ? സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മള് സിംഗുലർ എന്ന് പറയുന്നത് ഒറ്റ ആള്. പക്ഷെ പ്ലൂറൽ എന്ന് പറയുന്നത് പല ആൾക്കാരുണ്ട്, കുറെ ആൾക്കാരുണ്ട്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലാണ് അതിനെ പ്ലൂറൽ എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ എണ്ണം അല്ലെങ്കിൽ ആൾക്കാർ. അപ്പോ ഇവിടെ മീര എന്ന് പറയുന്നത് ഒരാളാ. അപ്പൊ അത് സിംഗുലർ ഫോം ആണ്. അപ്പൊ അതിന് ഡസ് ഫോമാ ചേർക്കേണ്ട. അപ്പൊ സ്പീക്കിന്റെ ഡസ് ഫോം എന്താ? അതുൽ സ്പീക്സ്. അപ്പൊ ആ സെന്റൻസ് ഒന്ന് പറഞ്ഞേ. മീര സ്പീക്ക് ഇംഗ്ലീഷ്. സ്പീക്സ്. എസ് വേണം. സ്പീക്സ്. ഓക്കെ. അടുത്തത് യമി. അവൻ എന്നും ബൈബിൾ വായിക്കുന്നു. He reading Bible every day. അവൻ, അവരല്ല, അവൻ തന്നെ. അവൻ എന്നും ബൈബിൾ വായിക്കുന്നു. Reading Bible every day. എന്താ ആവശ്യം? സർ മീര ടോക്സ് ഇംഗ്ലീഷ് എന്ന് കൂടെ. ടോക്സ് ഇംഗ്ലീഷ്. നമ്മൾ ടോക്സ് എന്ന് പറയുമ്പോൾ പറയുക എന്നാണ് അർത്ഥം. സംസാരിക്കുക എന്ന് പറയുമ്പോൾ സ്പീക്ക് എന്ന. നമ്മൾ പറയുക എന്ന് പറയുമ്പോൾ ടോക്ക് എന്ന് പറയാം. ഈ ടോക്ക് ടു മീ, അവൻ എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റണം കേട്ടോ. സിറ്റുവേഷൻ അനുസരിച്ച്. ഓക്കെ, എമ്മി വരാം. വെയിറ്റ് ചെയ്തോ. എമ്മി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തോ. ആവശ്യം. അപ്പോ ആ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വാക്കുകൾ നമുക്ക് ചേഞ്ച് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ സ്പീക്സ് എന്ന് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ടോക്ക് എന്ന് കൊടുക്കേണ്ടി വരും. ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ചേഞ്ച്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് സ്പീക്സ് അതിന് പ്രോപ്പർ ആയിട്ടുള്ള വാക്ക് കേട്ടോ. ഓക്കെ, എമി പറഞ്ഞു. എന്താ പറഞ്ഞേ? He reading Bible every day. He reading. ഇല്ല, അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണ്ട, പഠിക്കട്ടെ. ഇത് വെയിറ്റ്. അപ്പോ റീഡിങ് എന്ന് എഴുതി. ഓക്കെ, അത് എമിയുടെ ആ ഒരു ഇതില് എഴുതി. ഓക്കെ, നമ്മളിപ്പോ ഏത് ഫോമാ പഠിക്കുന്നേ? ഇല്ല, കുഴപ്പമില്ല. പറഞ്ഞു.
ഏതാ യമി ഏത് Singular. form ഏതാ? Singular. ഓക്കെ, ഇത് സിംഗുലർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സിംഗുലർ ആണെങ്കിൽ വേണ്ട, സിംഗുലർ ഒന്നും വേണ്ട. ഇപ്പൊ ജസ്റ്റ് ഇതിപ്പോ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണല്ലോ പഠിക്കുന്നേ. ഇതിന്റെ ഒരു സെന്റൻസ് ഫോർമേഷന്റെ ആ ഒരു ഫോർമുല എന്താ? Does. ടോട്ടൽ സെന്റൻസ് നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും? അതിന്റെ ഫോർമുല എന്താ? Singular. സബ്ജക്ട് പ്ലസ്, അതാണ് ഫോർമുല. ഫോർമുല എന്താണ്? സബ്ജക്ട് പ്ലസ് Verb. വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ സബ്ജക്ട് എന്താ ഇവിടെ? അവൻ. അവൻ. അപ്പൊ അവൻ ഇംഗ്ലീഷ് He. ഹി. വെർബ് എന്താ? Subject. വെർബ് എന്താ? വെർബ് ഇവിടത്തെ വെർബ് എന്താ? എന്നും. ഇവിടത്തെ വെർബ് എന്താ? വെർബ് മലയാളം അങ്ങനെ നോക്കണ്ട. അപ്പൊ അങ്ങനെ ഇതിന്റെ വെർബ് എന്തായിരിക്കും? എന്താ ചെയ്യുന്നത് അവൻ? ആ ചെയ്യുന്ന പ്രവൃത്തിയാണ് വെർബ്. He is reading Bible every day. ഓക്കെ, ഞാൻ ഫുൾ സെന്റൻസ് ചോദിച്ചില്ല. ഇവിടത്തെ വെർബ് എന്താ? അതായത് ഇവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ? Reading. റീഡ്. റീഡ്. ഓക്കെ, റീഡ് വായിക്കുകയാണ് അവൻ ചെയ്യുന്നത്. സമ്മതിച്ചു. വായിക്കുക എന്നുള്ളത്. വായിക്കുക ഇംഗ്ലീഷ് എന്ത് പറയും? Read. റീഡ്. അതിൽ ING ഫോം വേണ്ട, ED ഫോം വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് റീഡ്, വായിക്കുന്നു ആണല്ലോ. അപ്പൊ അതിന് സിംഗുലർ ഫോം ആണെങ്കിൽ ഡസ് ഫോം ചേർക്കോ, ഡു ഫോം ചേർക്കോ? Does. ഡസ് ഫോം. അപ്പോ റീഡിന്റെ കൂടെ ഡസ് ഫോം ചേർത്ത് കഴിഞ്ഞാൽ എന്ത് വരും? Reads. റീഡ്സ്. ഓക്കെ, അടുത്ത് ഇത് ഒബ്ജക്റ്റ് നോക്കാം. ഒബ്ജക്റ്റ് എന്താ? ഇതിപ്പോ ഇത് ഓക്കെ, ബൈബിൾ ആണ് വായിക്കുന്നത്. അതിന്റെ കൂടെ കുറച്ചുകൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഡെയിലി, അതായത് നമ്മൾ ദിവസവും വായിക്കുന്നു. അപ്പൊ ഡെയിലി ബൈബിൾ ദിവസവും വായിക്കുന്നു. അപ്പൊ ഇനി ആ സെന്റൻസിന് ടോട്ടൽ ചെയ്തേ. He is read Bible every day. ഹി കഴിഞ്ഞിട്ട് ബാക്കി He is. ഈസ് ഞാൻ ഫോമിൽ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ ഒരു സിമ്പിൾ പ്രസന്റ് കൺസ്ട്രക്ഷനാ പറയുന്നത്. അപ്പൊ അതിൽ ഞാൻ ഈസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം? ഹി, അടുത്ത് സബ്ജക്റ്റ് ആയി, അടുത്ത് വെർബ് എന്താ? Read. അപ്പൊ അതിന്റെ ഡു ഫോമോ ഡസ് ഫോമോ ഏത് വേണം അവിടെ? ഹി കഴിഞ്ഞ്. അപ്പൊ ഹി കഴിഞ്ഞിട്ട് വെർബ് എന്ത് വരും? Reads. റീഡ്സ്. ഹി റീഡ്സ്. അടുത്ത് ബാക്കി, അടുത്ത് ഒബ്ജക്റ്റ് Bible every day. ബൈബിൾ എവറി ഡേ. ഇത് സ്വന്തമായിട്ട് മനസ്സിലാക്കി പറഞ്ഞതാണോ, ആരെങ്കിലും പറഞ്ഞു തന്നെയാണോ? പറയേ. യമി, എക്സാമിന് എഴുതേണ്ടത് യമിയാണ്, അല്ല വേറെ ആരും അല്ല. അപ്പൊ യമിക്ക് മനസ്സിലായാലേ എഴുതാൻ പറ്റത്തുള്ളൂ. അല്ല എങ്കില് യമിക്ക് അവസാനം ഇപ്പൊ സ്കൂളിൽ എക്സാം വരുന്ന സമയത്ത് അവിടെ ആരും പറഞ്ഞുതരാൻ കാണത്തില്ല. സ്വന്തമായിട്ട് തന്നെ എഴുതണം. അപ്പൊ അതുകൊണ്ട് ഇത് സ്വന്തമായിട്ട് മനസ്സിലായത് മാത്രം പറയുക. പെട്ടെന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് ഇപ്പൊ വീട്ടിലുള്ളവർ സഹായിക്കും, പലരെങ്കിലും സഹായിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ സഹായിക്കുമ്പോ വീട്ടുകാർ സഹായിക്കും, സമ്മതിച്ചു, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ യമി അതുകൊണ്ട് പഠിക്കുമോ? അല്ലെങ്കിൽ ഈ സഹായിക്കുന്ന ആ ഒരു കുട്ടികളെ അതുകൊണ്ട് പഠിക്കുമോ? ഒരിക്കലും ഇല്ല. അവരെന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാര്യം. അല്ലെങ്കിൽ യമി ഇപ്പൊ എന്ത് മനസ്സിലാക്കുന്നു? ഇപ്പൊ നമ്മള് ഇപ്പൊ തെറ്റ് വരും, ഇതൊക്കെ ഉള്ളത് തന്നെ. പക്ഷെ അത് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം പറയും. സംശയം ഉണ്ടെങ്കിൽ ഇത് പറയാനേ നിൽക്കണ്ട, കുഴപ്പമില്ല. തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ മനസ്സിലാവുന്നത് മാത്രം പറയുക. കേട്ടോ? ഓക്കെ, കുഴപ്പമില്ല. ഞാനത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഹി റീഡ്സ് ബൈബിൾ. അപ്പൊ ബൈബിൾ എന്ന് പറയുമ്പോൾ അതിന് ഒരു എന്താ പറയുന്ന ഒരു മതഗ്രന്ഥമല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദ ബൈബിൾ എന്ന് പറയും.
ദ ബൈബിൾ എന്ന് പറയുമ്പോൾ ആ ഒരു വിശേഷണം കൊടുക്കുന്നതിന് അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. തൽക്കാലം നിങ്ങൾ ബൈബിൾ എന്ന് പറഞ്ഞു, ഒരു സിമ്പിൾ ആയിട്ടുള്ളത്. പക്ഷെ ദ ബൈബിൾ എന്ന് പറയുന്നതാണ് കറക്റ്റ്. അപ്പൊ ഹി റീഡ്സ് ദ ബൈബിൾ ഡെയിലി, അപ്പൊ എന്ന് പറയാം. ഓക്കെ, അടുത്ത 6, മധു കഠിനമായി അധ്വാനിക്കുന്നു. അത് പറയേണ്ടത് ഗൗരി. സാർ ഞാൻ അത് എഴുതിയില്ല, അതിന്റെ വേർഡിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഞാൻ ഗൗരിയുടെ അടുത്ത് ചോദിച്ചേ കറക്റ്റ് ആയിട്ട്. ഓക്കെ, മധു കഠിനമായി അധ്വാനിക്കുന്നു. ഓക്കെ, അതിൽ സബ്ജക്റ്റ് എന്താ? മധു. മധു മധു എന്ന് പറയുന്ന സബ്ജക്റ്റ്. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. സിംഗുലർ ആണ്. ഓക്കെ, അടുത്ത്. ഇനി എന്ത് പ്രവൃത്തിയാ ചെയ്യുന്നത്? അധ്വാനിക്കുന്നു. അധ്വാനിക്കുന്നതിന് ഇംഗ്ലീഷ് എന്തായിരിക്കും? അറിയത്തില്ല. അപ്പോ ജോലി ചെയ്യുന്നതിന് എന്ത് പറയും? ജോബ്. ജോലി ചെയ്യുന്നു, അതിനെന്ത്? ജോലി ചെയ്യുക എന്ന് പറയുമ്പോ എന്ത് പറയും? ജോബ് എന്നല്ല, ജോലി ചെയ്യുക. ഇപ്പൊ വീട്ടിലൊരു ജോലി ചെയ്യുന്നു. ഇത് ഗൗരി ഇപ്പൊ വീട്ടിലൊരു ജോലി ചെയ്യുന്നു, അപ്പൊ അതിനെന്ത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വർക്ക്. അപ്പൊ അധ്വാനിക്കുക എന്ന് പറഞ്ഞാലും വർക്ക് എന്ന് തന്നെയാണ് അർത്ഥം. ജോലി ചെയ്യുക എന്ന് തന്നെയാണ് വർക്കിന്റെ ഇത്, അധ്വാനിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അധ്വാനിക്കുന്നു. അപ്പോ ഹി വർക്ക്. അപ്പോ ഡസ് ഫോം വരോ ഡു ഫോം വരോ? ഡസ് ഫോം. അപ്പൊ അങ്ങനെയാണ് വർക്ക്. എങ്ങനെ എന്താ എഴുതും? വർക്ക് എന്ന് എഴുതോ വേറെ എന്തെങ്കിലും എഴുതോ? വർക്ക്സ്. അപ്പോ മധു വർക്ക്സ്. ഓക്കെ, കഠിനമായി അധ്വാനിക്കുന്നു. നമുക്ക് കഠിനമായി എന്ന് പറയുമ്പോ നല്ല രീതിയിൽ പണിയെടുക്കുകയാണെങ്കിൽ എന്ത് പറയും നമ്മള്? ഹാർഡ് വർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് അപ്പൊ കഠിനമായി അധ്വാനിക്കുന്നു, അതായത് അപ്പൊ മധു വർക്ക്സ് ഹാർഡ് എന്ന് പറയാം. മധു വർക്ക്സ് ഹാർഡ്. സാർ ഹാർഡ് വർക്കിംഗ് എഴുതിയ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. കാര്യം ഇത് ഇവിടെ ഇപ്പോ നമുക്ക് എവിടെ എഴുതണമെന്നറിയാവോ? ആ സെന്റൻസ് ഫോർമേഷൻ വരുമ്പോ അവിടെ എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ ഇതാണ് ഫോം, അതായത് ഈ ഒരു ഫോർമുല ഉണ്ടല്ലോ, ഈ ഫോർമുലയിൽ മാത്രമേ എഴുതാവൂ. അപ്പൊ ഈ ഫോർമുലയിൽ എഴുതുമ്പോ ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇത് ആ ഒരു ഹാർഡ് വർക്ക് എന്ന് എഴുതാൻ പറ്റത്തില്ല, വർക്ക് ഹാർഡ് എന്നേ നമുക്കിവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. കാര്യം ടെൻസ് നമ്മൾ നോക്കണമല്ലോ, ആ ഒരു ഫോർമുല കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ദിയ അൺമ്യൂട്ട് ചെയ്തേ. ദിയ പോയോ? വീഡിയോ ഓൺ ചെയ്. ദിയ പറയുന്നത് കേക്കാവോ? ദിയയുടെ റെസ്പോൺസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോ ഇനി ഇതില് ഒരു 4 കൂടെ ഉണ്ട്. ആ 4 എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള വർക്ക്. 4 മാത്രമല്ല, ഇതിലെ എല്ലാ സെന്റൻസും, അതായത് 1 മുതൽ 10 വരെയുള്ള എല്ലാ സെന്റൻസും നിങ്ങൾ വർക്കായിട്ട് എഴുതണം. മനസ്സിലായോ? അതായത് ഹോംവർക്ക് ആയിട്ട് എഴുതണം, എന്നിട്ട് എനിക്ക് അയച്ചു തരണം. എന്നാലേ അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതവിടെ വച്ചുകൊണ്ടിരിക്കരുത്, എഴുതിയിട്ട് അയച്ചു തരണം. ഇനി ജ്യോതിക്ക് ഒരു എക്സ്ട്രാ വർക്ക് കൂടെ അന്ന് എഴുതിയില്ല, അന്ന് എനിക്ക് എഴുതി അയച്ചില്ലായിരുന്നോ? ആ വർക്ക് എനിക്ക് എഴുതി അയച്ചില്ലായിരുന്നു, ഞാൻ റിപ്ലൈ ഒന്നും തരാത്തത്. അപ്പൊ അതിനെയും കൂടെ ആ സിമ്പിൾ പ്രസന്റിലേക്ക് മാറ്റി എഴുതുക ശ്രമിക്കുക. പറ്റുമെങ്കിൽ മതി, പറ്റുന്നുണ്ടെങ്കിൽ അതുകൂടെ എഴുതി ഒന്ന് അയക്കുക. ഞാനത് എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, കറക്ഷൻ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
ഓക്കെ, ഞാനത് ജ്യോതിക എടുത്ത് പറയാൻ കാര്യം ജ്യോതിക മാത്രമേ ആ വർക്ക് എഴുതി അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്ത് ഗൗരി എഴുതിയിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ്. ആ, ഗൗരി എഴുതിയത് കറക്റ്റ് ആയിരുന്നു, കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് ഗൗരി എഴുതിയത് കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ടാ. പക്ഷെ ജ്യോതികയ്ക്ക് കുറച്ച് തെറ്റ് വന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അങ്ങനെ കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോ അങ്ങനെ എഴുതി അയച്ചവർക്ക് അത് ഇത് എനിക്ക് അങ്ങനെ ഫീഡ്ബാക്ക് തരാൻ പറ്റും. എഴുതി അയക്കാത്തവർക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എഴുതി അയച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എന്ത് കറക്ഷൻ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കി പറഞ്ഞു തരാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് ആക്ടിവിറ്റി ഞാൻ അയച്ചു തന്നു. നീ എന്നാടാ അയച്ചേ? ഇന്നലെ ഇന്നലെ എപ്പോഴാ അയച്ചേ? ഇന്നലെ രാത്രി സാറ് കണ്ടത്. കണ്ടോ? ഓ അപ്പൊ ഇത്ര തന്നെയാ ഇന്നത്തെ ക്ലാസ്. ഇന്നൊരു നിനക്ക് എത്ര മണിക്കാ ട്യൂഷൻ? 8 മണിക്ക് പോകും. ഓക്കെ. ഡസ് ഫോം എന്ന് പറയുന്നത് സിംഗുലർ ഫോം. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വെർബിന്റെ ഡസ് ഫോമാ യൂസ് ചെയ്യുന്നത്. ഡസ് ഫോം എന്ന് പറയുമ്പോൾ ഇഎസ്ഒ എസ്ഒ, അതായത് എസ് അല്ലെങ്കിൽ ഇഎസ് വെർബിന്റെ കൂടെ ആഡ് ചെയ്യും, അപ്പൊ അത് ഡസ് ഫോം ആവും. ഡു ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാക്ക് എടുത്തു കഴിഞ്ഞാൽ, ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡു ഫോം എന്ന് പറയുന്നത് അതിന്റെ ആക്ച്വൽ വേർഡ് തന്നെയാണ്, അതിൽ ചേഞ്ച് വരുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഡസ് ഫോം എന്ന് പറയുമ്പോൾ അതിൽ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. അത് സിംഗുലർ ആണെങ്കിൽ മാത്രം. പ്ലൂറൽ ആണെങ്കിൽ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ലൈക്ക് ഐ യു അല്ലെങ്കിൽ പ്ലൂറൽ ഇത്രയും വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ഡസ് ഇ എസ് ആഡ് ചെയ്യരുത്. അതിൽ ഡു ഫോം തന്നെ കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ വർക്ക് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് എഴുതി എനിക്ക് അയച്ചു തരിക. അയച്ചു തന്നു കഴിഞ്ഞാലേ നിങ്ങൾക്കത് ശരിയാണോ അല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് എന്ത് പഠിച്ചു എന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. എക്സാമിനാണ് നിങ്ങൾ ഡയറക്റ്റ് എഴുതുന്നതെങ്കിൽ ചിലപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ മാർക്കായിരിക്കും പോവുക. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഗ്രാമർ ക്ലാസ് ഇതേപോലെ ബാക്കി എടുക്കാം. എനിക്കറിയാം ഇതൊരല്പം ബോറിംഗ് ആണ്, ഗ്രാമർ ക്ലാസ് എന്ന് പറയുന്നത് ഒരല്പം ബോറിംഗ് ആണ്. ഇത് കാര്യം പലർക്കും ഉറക്കം വരുന്നുണ്ട്, എനിക്കറിയാം. പക്ഷെ എടുത്തല്ലേ പറ്റത്തുള്ളൂ, പഠിച്ചല്ലേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളിങ്ങനെ ഇത് വർക്ക് ചെയ്യുക, ഈ ഒരു ഫോം പഠിക്കുക. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് തൊട്ട് അല്പം സ്പീഡപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ 1 or 2 ഫോംസ് ഇതേപോലെ എടുത്തു വേണം. അല്ലെങ്കിൽ നമ്മൾ ഒരു 12 ക്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ 12 ഫോം പഠിക്കാൻ പറ്റത്തുള്ളൂ. 12 ആഴ്ച വേണം, അതായത് ഏകദേശം 3 മാസം വേണം. നമ്മുടെ ഒരു ദിവസമല്ലേ ഒരു ക്ലാസ് വരുന്നത്, അതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്ത് പോവാം. അപ്പോൾ അടുത്ത ക്ലാസ്സിന് വീണ്ടും ചാപ്റ്റർ ആയിരിക്കും, അതിന്റെ കൂടെ കുറേശ്ശെ നമുക്ക് ഗ്രാമറും എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് എടുത്തില്ല എന്ന് പരാതി പറയരുത്. കാര്യം ടെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ബേസ് ഇല്ലാതെ നിങ്ങൾ അത് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഞാനിപ്പോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതും നമ്മൾ കുറേശ്ശെ ഇടയ്ക്കുള്ള പോർഷൻസ് നമ്മൾ കുറേശ്ശെ അതെടുക്കും. പക്ഷെ കൂടുതൽ ഇങ്ങനെ ആയിരിക്കും നമ്മൾ എടുക്കുക ഗ്രാമർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിർത്താവോ? അപ്പൊ അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.